ഹലോ ഗൈസ്, വെൽക്കം ടു ഇങ്ക് ആൻഡ് ഇൻസൈറ്റ്. ഇന്ന് സ്ട്രക്ചറലിസം എന്ന കൺസെപ്റ്റിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്ട്രക്ചറലിസം എന്നതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെർഡിനൻഡ് ഡെ സെഷോനെ കുറിച്ചാണ്. അദ്ദേഹം സ്ട്രക്ചറലിസം എന്ന മൂവ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. സ്ട്രക്ചറലിസത്തിൻ്റെ തുടക്കത്തിന് കാരണക്കാരനായ ഇദ്ദേഹം 19th സെഞ്ച്വറിയിലെ സ്വിസ് ലിംഗ്വിസ്റ്റും സെമിയോട്ടീഷ്യനും അതുപോലെ തന്നെ ഫിലോസഫറും കൂടെ ആയിരുന്നു. നമ്മളൊരു കാര്യം പഠിക്കുന്നത് പൊതുവിൽ ചരിത്രം നോക്കിയിട്ടാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു കാര്യം എങ്ങനെ ഉണ്ടായി, അത് പിന്നീട് എങ്ങനെയാണ് വളർന്നു വന്നത് എന്നുള്ള ആ ഹിസ്റ്ററി നോക്കിയിട്ടാണ് നമ്മൾ പൊതുവെ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ ലിംഗ്വിസ്റ്റിക്സിനെയും ആദ്യം ഒക്കെ മനസ്സിലാക്കിയിരുന്നത് അതിൻ്റെ ചരിത്രം എങ്ങനെയാണ് അത് ഉണ്ടായത് തുടങ്ങിയുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറുകളും പാറ്റേണുകളും വെച്ചിട്ടാണ് ഇദ്ദേഹം ലിംഗ്വിസ്റ്റിക്സിനെ മനസ്സിലാക്കിയത്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സോഷ്യൽ കൺവെൻഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സയൻസിൻ്റെ ഒരു സിസ്റ്റമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്താണ് അതിലുള്ളത്? അതിലൊരുപാട് സൈനുകളാണ് ഉള്ളത്. ആ സൈനുകൾ കൺസ്ട്രക്റ്റ് ചെയ്തത് അഥവാ ആ സൈനുകൾ ഉണ്ടാക്കിയത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ കൺവെൻഷൻ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദർ ഈസ് നോ ഇൻട്രിൻസിക് മീനിങ് ടു ദ വേർഡ്, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ്. അതായത് നമ്മുടെ ചുറ്റിലുള്ള ഏതൊരു വസ്തുവിനും അർത്ഥം നമ്മൾ തന്നെ ആരോപിക്കുന്നതാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഇന്ന് നമ്മൾ വളരെ എനർജറ്റിക്കും വളരെ പോസിറ്റീവുമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സാണ് പൊളി എന്നത്. പൊളിക്കുക, അടിച്ചു പൊളിക്കുക, നമുക്ക് പൊളിക്കാം എന്നുള്ള വേർഡ്സൊക്കെ നമ്മൾ പൊതുവെ എന്നും ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പ് പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കുറച്ച് കാലം മുന്നേ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു അർത്ഥം ആ വേർഡിന് പണ്ട് ഉണ്ടായിരുന്നില്ല. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയുക, വീട് പൊളിഞ്ഞു. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അടിച്ച് തകർക്കുക എന്നുള്ള മീനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് മീനിങ് മാറി. ഇതാണ് പറയുന്നത്, ഒരു സാധനത്തിന് ഇൻട്രിൻസിക് ആയിട്ടുള്ളൊരു മീനിങ് ഇല്ല, പക്ഷെ നമ്മളത് ആട്രിബ്യൂട്ട് ചെയ്യാണ്. നമ്മളിങ്ങനെ ഇത് യൂസ് ചെയ്ത് അങ്ങനെ ഒരു മീനിങ് അതിന് വന്നു. ഇപ്പോൾ അതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട്, നമുക്ക് തന്നെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ അറിയാം. അതായത് പഴയ കാലത്ത് നമ്മൾ വേറെ പലതിനും ഉപയോഗിച്ചിരുന്ന വേർഡ്സ് ഇപ്പം നമ്മൾ അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന് വേറെ മീനിങ് ആയിട്ടുണ്ടാവും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേർഡ്സിന് മീനിങ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാണ്. സോ ഒരു മരം ആവുന്നതും ഒരു കസേര എന്നുള്ളത് കസേരയാവുന്നതും ഒരു പേനയാവുന്നതും ഒക്കെ ഇതുപോലെയാണ്. നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തതാണ്. അത് മാറാം, അതൊരിക്കലും സ്റ്റേബിളായി നിൽക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഭാവിയിൽ നമ്മൾ കസേരയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, അതിനൊക്കെ സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടെ പറയുന്നത്. ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം ഓഫ് സയൻസ് ഓർ എ സ്ട്രക്ചർ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ലാംഗ്വേജ് ഒരു സിസ്റ്റമാണ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. സോ അത് ചെക്കൗട്ട് ചെയ്യാം. ഫെർഡിനൻഡ് ഡെ സെഷോ സൈൻ എന്നതിനെ സിഗ്നിഫയറും സിഗ്നിഫൈഡും ആയിട്ട് ഡിവൈഡ് ചെയ്തു. സൈൻ എന്നാൽ വേർഡാണ്, സിഗ്നിഫയർ എന്നാൽ ആ വേർഡിൻ്റെ സൗണ്ട് ഇമേജും, സിഗ്നിഫൈഡ് എന്നാൽ ആ വേർഡിൻ്റെ കൺസെപ്റ്റുമാണ്. അതായത് ബുക്ക് എന്ന വേർഡ് നിങ്ങൾ കേൾക്കുന്ന സമയം ആ വേർഡിനൊരു സൗണ്ട് ഇമേജ് ഉണ്ട്, ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ബുക്ക്. അതുപോലെ ബുക്ക് എന്നാൽ എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനൊരു കൺസെപ്റ്റ് ഉണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു ബുക്കിന് ഒരു ചിത്രമുണ്ട്. അതാണ് സിഗ്നിഫൈഡ്. ഈ സിഗ്നിഫൈഡും സിഗ്നിഫയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അൺസ്റ്റേബിൾ ആൻഡ് ആർബിട്രറി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ ദർ ഈസ് നോ വൺ ടു വൺ റിലേഷൻ ബിറ്റ്വീൻ ദ ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ഒരു വേർഡിന് അതേ മീനിങ് തന്നെ എന്നും നിലനിൽക്കണം എന്നില്ല.
അത് അൺസ്റ്റേബിൾ ആണ്, അത് നമ്മൾ ആർബിട്രറിയാണ്, നമ്മൾ ആരോപിക്കുന്നതാണ്. സോ ഒരു ഫ്ലവറിനെ നോക്കിയിട്ട് നമ്മൾ ഫ്ലവർ എന്ന് ഇന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ പോലും നാളെ അത് മാറാൻ സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ പൊളി എന്ന വേർഡിന് ഉപയോഗിച്ചിരുന്ന മീനിങ് അല്ല ഇന്ന് നമ്മൾ പൊളി എന്ന വേർഡിന് ഉപയോഗിക്കുന്നത്. ഇന്നലെ നമ്മൾ ഉപയോഗിച്ച പല വേർഡ്സിനും ഇന്ന് വേറെ മീനിങ് ആണ്. അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ്. സെഷ്യൂറിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് സിസ്റ്റം ഓഫ് സ്പീച്ച് എലമെൻസിനെ അദ്ദേഹം ലാങ് ആയിട്ടും പരോളായിട്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്തു. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ലാംഗ്വേജിനും ഒരു അണ്ടർലൈങ് സ്പീച്ച് സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാവും. ഉദാഹരണത്തിന് മലയാളത്തിനൊരു സ്ട്രക്ചർ ഉണ്ട്. മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും തോന്നിയ രീതിയിൽ നമ്മൾ സംസാരിക്കാറില്ല. അതുപോലെ ഇംഗ്ലീഷിനായാലും ഹിന്ദിക്കായാലും എല്ലാ ലാംഗ്വേജിനും അതിൻ്റേതായ യുണീക്കായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. സോ ആ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു അണ്ടർലൈങ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ലാങ് എന്ന് പറയുക. പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് ഓഫ് എൻ ഇൻഡിവിജ്വൽ, അതായത് മലയാളികളിൽ തന്നെ പലതരത്തിലും ഓരോ ആളുകളും ഈ മലയാളത്തെ പല രീതിയിലാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. ഞാൻ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ സംസാരിക്കുക. സോ ഈ ഒരു സ്പീച്ച് ഓഫ് ആൻ ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ പരോൾ എന്ന് പറയാം. അടുത്തതായിട്ട് ഇദ്ദേഹത്തിന് തന്നെ ലാംഗ്വേജിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 2 തരത്തിലുള്ള അപ്രോച്ചസ് ആണ്. ഒന്നാമത്തത് സിങ്ക്രോണിക്, രണ്ടാമത്തത് ഡയക്രോണിക്. സിങ്ക്രോണിക് എന്നത് ഒരു ലാംഗ്വേജിനെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിന്ന് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, നമ്മുടെ മലയാളം പല സമയത്തായിട്ട് ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടത്തിലുള്ള രീതിയിലുള്ള സംസാരമോ ഭാഷയോ ഒന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഭാഷ, നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഭാഷ മാത്രം എടുത്ത് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ അതല്ല എങ്കിൽ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് ഇത്ര ഇയർ മുതൽ ഇത്ര ഇയർ വരെ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു ഹിസ്റ്ററിയിലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പഠിക്കുന്നതാണ് സിങ്ക്രോണിക്. അതുപോലെ ഡയക്രോണിക് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് എങ്ങനെയാണോ ഒറിജിൻ ആയത് മുതൽ അതിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റ് ഹിസ്റ്റോറിക്കലി പഠിക്കുന്നത്. അതായത് മലയാളം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടാവും, മലയാളം ഉണ്ടായത് വേറൊരു ഭാഷയിൽ നിന്നായിരിക്കണം, പിന്നീട് അത് ഇവോൾവ് ചെയ്ത് ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഡയക്രോണിക് എന്ന് പറയാം. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നത് ഇദ്ദേഹത്തിൻ്റെ ലെക്ചർ നോട്ടിൻ്റെ ഒരു കളക്ഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഫെർഡിനൻഡ് ഡെ സെഷ്യൂറിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ പാർട്ടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ ക്ലാസ് ആൻഡ് നോട്ടഡ് ഡൗൺ ദ പോയിൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.